ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വിഷു കഴിഞ്ഞ വിഷുദിനാശംസകൾ. കുറച്ച് പൊട്ടാത്ത പടക്കരിപ്പുണ്ട്, എടുക്കട്ടെ. ഗൈസ്, എന്താണ് നടക്കുന്നത് ഗൈസ്? ഇൻസ്റ്റാഗ്രാം ഇപ്പൊ തുറന്ന കുറെ ഇച്ചിമുള്ളി ചേച്ചിമാരും കുറെ സബ്സ്ക്രിപ്ഷൻ പമ്പുള്ളാരും ഒരുത്തിയാണെങ്കിൽ വിളിക്കിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ടും തുറന്നു വെച്ചിരിപ്പുണ്ട്. ഹായ്, ഞാൻ നിങ്ങളുടെ അവർണയാണേ. അതെ, ഞാൻ ഇന്നൊരു ചലഞ്ച് ചെയ്യാൻ പോവാ. നമുക്ക് നോക്കിയാലോ? മതി 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 മതി. കൊച്ചു പിള്ളേരെല്ലാം കാണുന്നുണ്ടെങ്കിൽ കണ്ടം വഴി ഓടിക്കോ. നിങ്ങൾക്കുള്ളതല്ല ഇത്. സത്യം പറയല്ല കേസ്, എനിക്കിതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാനില്ല. പക്ഷേ ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ വീഡിയോ റിയാക്ട് ചെയ്യാം. ഹായ്, നിങ്ങളുടെ അവർണയാണേ. പബ്ലിക് പ്ലേസിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വലിയൊരു കൊതിയാ. ആ ചലഞ്ച് ഏറ്റെടുത്താലോ? നോക്കാം. നിനക്ക് തന്തയുണ്ടോ? ഇതിനേക്കാളും മെച്ചം നിനക്ക് റോട്ടിൽ പോയി കുനിഞ്ഞു നിന്നൂടെ? ഇമാതിരി മറുപടികൾ ഇവർ എന്നെ കൊടുക്കണം, പെമ്പിള്ളേരെ എന്നെ കൊടുക്കണം. ഐ ലൈക്ക് ഇറ്റ്. കൊള്ളാം മോളെ. നമ്മളും എല്ലാം മറുപടി കൊടുക്കാൻ പോയാൽ പിന്നെ കോടതിയായി, കേസായി. എന്തിനു വെറുതെ? നിങ്ങൾക്കറിയായിരിക്കും, പർപ്പിൾ ഹെൽസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുള്ള ഒരു പേജ്. പാവം ഇഡലിക്കോ ദോശയ്ക്കോ വേണ്ടിയിട്ട് പാവം കഷ്ടപ്പെട്ട് മാവാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനീ പറഞ്ഞ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ അടിച്ച ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ മുതലാളിയാണ് ഇരുന്ന് മാവാട്ടണത്. പാവം പണത്തിന്റെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടാ. ഗ്രൈൻഡർ മേടിക്കാൻ പൈസ ഉണ്ടായിട്ടും ആട്ടുകല്ലിൽ അരച്ചു തിന്നുന്ന ചേച്ചിയാണ് എന്റെ ഹീറോ. നിങ്ങൾ ചേച്ചിയുടെ അക്കൗണ്ട് കണ്ടിട്ടുണ്ടായിരുന്ന? കാണുമായിരുന്നു. ഞാൻ നോക്കുന്ന സമയത്ത് 28,000 സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് 390 വെച്ചിട്ട് 28,000 പേര് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 കോടി രൂപയോളം വരുമാനം. എത്ര പടല പഴം തിന്നായിരുന്നു. പണം ഉണ്ടാക്കുന്നതും പണം ഉണ്ടാക്കാത്തതൊക്കെ അവരുടെ കഴിവ്. അതിനെപ്പറ്റി നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ 390 വെച്ച് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് ചേച്ചി എന്താണ് കൊടുക്കണമെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഓരോരുത്തർ പറയുന്ന നമ്മളങ്ങ് വിശ്വസിക്കുന്നു. ഏത് അല്ലേ? ഞാൻ അന്ധനാണ്, മൂകനാണ്. ഇവൻ ബധിരന് മൂങ്ങനുമാണ്. അപ്പം ഇതാണ് സ്കിൻ കെയർ. ഇനി ഇതുപോലുള്ള സ്കിൻ കെയർ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കേണ്ടതാണ്. ഇതാണ് ഗൈസ് ഇവർ കൊടുക്കുന്നത്. ബെഡ്റൂമിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് ചെയ്യുന്നു. അല്ല, ഞാൻ മേക്കപ്പാണ് കേട്ടോ ഉദ്ദേശിച്ചത്. നല്ല ഗ്ലാമർ ഉള്ള കൊച്ച്. ഇതിന് വല്ല സിനിമയിലല്ലോ അഭിനയിച്ചാൻ പോയിക്കൂടായിരുന്നു. വേറെ പ്ലാൻ ഒന്നുമില്ല. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ തന്നെ. അത് തന്നെ ഇപ്പോഴത്തെ പ്ലാൻ. എന്തായാലും പഴക്കക്കട ഇപ്പൊ ഗുദാഹവ ആയിട്ടുണ്ട്. അക്കൗണ്ട് അടിച്ചു പോയി ഗൈസ്. സംഭവം എന്തുകൊണ്ടാണ് അടിച്ചു പോയെന്നുള്ള കാര്യമൊന്നും കറക്റ്റ് അറിയാൻ വയ്യ. ഒരു ആർമിക്കാരനെ കയറി ചൊറിയാൻ പോയത് കൊണ്ടാണെന്നാണ് ഒരു കേട്ടുകേൾവി. പിന്നെ ഇങ്ങനെയും പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ അശ്ലീലവും നഗ്നതയും പ്രചരിപ്പിക്കുന്ന പെൺകുട്ടികളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് നിയമ നടപടി എടുക്കുമെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. ഇങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. നീ തിരിച്ചു വന്നെ. ഞങ്ങള് കൂലിപ്പണിക്കാർക്ക് ഞങ്ങൾക്ക് വേണം, സാധാരണക്കാർക്ക് നിന്നെ വേണം. എടാ വിഷമിക്കേണ്ടടാ കേണേ, വരും, നമുക്ക് വഴി ഉണ്ടാക്കാം. സമാധാനപ്പെട്. ഇയാളെ കരച്ചില് പർപ്പിൾ കണ്ടിട്ടാണ് എന്തോ. ചേച്ചിയുടെ അക്കൗണ്ട് പൂട്ടി പോയിട്ടും പിന്നെയും പുതിയൊരു അക്കൗണ്ടുമായിട്ട് ചേച്ചി പിന്നെയും വന്നിട്ടുണ്ട്. ചാടിക്കാർ പോയി സബ്ബടിക്കാൻ നിൽക്കണ്ട. ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ കിടന്ന് ഇറങ്ങുന്നുണ്ട്, പെട്ടുപോകും. പർപ്പിൾ ഹെൽസിയോൺ 2 29.2K ഫോളോവേഴ്സ്. ഈ വീഡിയോ നിങ്ങളെ കാണുന്ന സമയത്ത് മിക്കവാറും 10-40K ആവും. എല്ലാരും മിസ് ചെയ്തോ എന്നെ ഇന്നലെ? മിസ് ചെയ്യേ? ഞാനങ്ങടെ ഇല്ലാണ്ടായി. ഇത്ര സങ്കടം ഉണ്ടെന്ന് അറിയാം കുട്ടിയെ. എന്തുണ്ട് വിശേഷം? സുഖം, പരമസുഖം. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. മറന്നോ എല്ലാരും? എങ്ങനെ മറക്കാൻ? നീയല്ലേ ഇപ്പൊ എയറില് 24 മണിക്കൂർ നിന്നെ ഇപ്പൊ കാണാനുള്ളൂ നമ്മുടെ ഫീഡില്. മറക്കരുത് കേട്ടോ. ഞാൻ കരുതി മറന്നെങ്കിൽ ഒന്ന് ഉണർത്താന്ന്. മറന്നവരെയൊക്കെ ഉണർത്താൻ വേണ്ടിട്ട് ചേച്ചി പിന്നെ വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ കരുതി മറന്നെങ്കിൽ ഒന്ന് ഉണർത്താന്ന്. ഉണർന്ന് വരുമ്പോഴത്തേക്കും കൊഴിഞ്ഞു പോവാതിരുന്നാ മതി. മറക്കരുത് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് റോസ്റ്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ റോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് തിരക്കണം കേട്ടോ. ഈ ഡീഫോമേഷൻ എന്താണെന്നൊക്കെ ഒന്ന് തിരക്കിയിട്ട് വേണം വീഡിയോ ചെയ്യാനായിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും. അപ്പം അതിന് മുകളില് ഒരാളെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് കേസ് എടുക്കാൻ പറ്റും. ഞാൻ ഈ പരിധി ലംഘിച്ചില്ലെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഒരാൾക്കെതിരെ കേസ് കൊടുത്തു. പുള്ളിയുടെ പേരിൽ എഫ്ഐആർ ഇട്ട് കേസ് എടുത്തതേ ഉള്ളൂ. വലിച്ച് കേസായ പുരുഷ കമ്മീഷൻ കൂടെ കാണുമെന്തോ. അണ്ണാ മുകേഷ് അണ്ണാ, നിങ്ങൾക്ക് ഇവരെല്ലാം അറിയാവുന്ന കണ്ടിട്ടുണ്ടോ? എനിക്ക് അറിയാം, അടുത്തറിയുന്നില്ല, ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ അറിയാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോസ് ലൈക്ക് ചെയ്യുന്ന ആൾക്കാരാണ്.
സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ എന്തിനാണ് ഒരാൾക്കെതിരെ? അപ്പൊ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരിടുന്ന കണ്ടന്റ് അത് കാണുന്നവർ കാണട്ടെ, അല്ലേ? കാണാത്തവർ വേണ്ട കാണണ്ട. അത് തന്നെ പറയുന്നവര് പറയട്ടെ, ഇന്ന് പറയാത്തവര് രാവിലെ ഞാൻ പറയണ്ട. ഒരാൾക്കെതിരെ കേസ് കൊടുത്തു. പുള്ളിയുടെ പേരിൽ എഫ്ഐആർ ഇട്ട് കേസ് എടുത്തത്. ഞാൻ അങ്ങനെയൊന്നും പറയൂല. ചേച്ചി ഭാര്യ വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. മുറ്റം നിറയെ കാടായി. പുല്ല് പറിച്ച് മുറ്റമടിക്കുന്നത് കാണിക്കോ? ഇതാണ് അടുത്ത ചേച്ചി. നാട്ടുകാർ എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്ന ഇൻസ്റ്റാഗ്രാമത്തിലെ പുതിയ ചേച്ചി. പിന്നെന്താ, ചേച്ചി കാണിച്ചരാലോ? ക്യാമറാമാനെ അവനാണ് എന്തോ. എനിക്ക് തോന്നുന്നത് നീലക്കുയിലിന്റെ ഏതോ വംശത്തിൽപ്പെട്ട ഏതോ ഒരു കുയിലാണെന്ന് തോന്നുന്നു. ക്യാമറമാൻ മരത്തിന്റെ മുകളിൽ തൂങ്ങി കിടന്നാണ് വീഡിയോ എടുക്കുന്നത്. അവന് മുകളിൽ നിന്നുള്ള ആംഗിൾ മാത്രമേ അറിയുള്ളൂ എന്ന് തോന്നുന്നു. ഇനി കുഴികുത്തി വാഴ നടുന്ന ഒരു വീഡിയോ ആകട്ടെ. പിന്നെന്താ, ഒരു റോബസ്റ്റിന്റെ വാഴ തന്നെ നടാം. വാഴ വെച്ചത് അവിടെയാണേലും കൊല. എന്റെ ദൈവമേ. ചേച്ചി പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാമോ? പിന്നെന്താ, ചേച്ചി കാണിച്ചു തരാലോ? എന്തോ ഭാഗ്യം. കമന്റ് ചെയ്തവനോടും അത് സ്വീകരിച്ച ആളിനോടും ഇപ്പോഴാണ് ഒരു സ്നേഹവും ബഹുമാനവും തോന്നിയത്. ആ ഭക്ഷണം എല്ലാം മേശപ്പുറത്ത് നിരത്തി കണ്ടപ്പോൾ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു, അത് വാങ്ങുന്ന കുഞ്ഞുങ്ങളുടെ മുഖവും ഇതിൽ പെട്ടു പോകരുതേ എന്ന്. നന്ദി അവരെ കാണിക്കാതിരുന്നതിന്, അവരെ മാനിച്ചതിന്. അപ്പോൾ നല്ലത് ചെയ്താൽ നല്ലത് പറയാനും ആൾക്കാരുണ്ട്. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. എടാ, എനിക്കിതിൽ ഒന്നേ പറയാനുള്ളൂ. ഇപ്പോഴത്തെ കഴപ്പിന് ചെയ്ത് വിടുന്നതാണ് ഇവർ ഈ വീഡിയോസ് എല്ലാം. നാളെ പിള്ളേരും കുട്ടികളൊക്കെ ആകുമ്പോൾ അറിയാം അതിന്റെ പ്രശ്നങ്ങൾ. പിള്ളേർ തലയിൽ കൂടെ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥ വരും. പിന്നെ ഈ വീഡിയോ ചെയ്യുന്ന ലേഡീസിനും അറിയാം ഇത് പബ്ലിക്കിന്റെ മുന്നിലോട്ട് പോകുമ്പോൾ ഇത് ആൾക്കാർ ഇത് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത്. ഈ നാട്ടിലുള്ള എല്ലാവരും സത്യസന്ധന്മാരും മാന്യന്മാരൊന്നുമല്ല. നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് തീറ്റിയിട്ടിട്ട് കൊടുത്തിട്ട് അവസാനം നാളെ അവർ തിരിച്ച് തെറി വിളിക്കുമ്പോൾ ഇവർക്കെതിരെ കേസ് പൊക്കി പിടിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾ എത്ര പേർക്കെതിരെ കേസ് കൊടുക്കും? എത്ര പേരുടെ വാ അടപ്പിക്കും നിങ്ങൾ അങ്ങനെ കേസ് കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജയിലൊന്നും തികയാതെ വരും. പിന്നെ പറയാനുള്ളത്, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഞൊട്ടിയവന്മാരായിരിക്കും മിക്കവാറും വന്ന് നിങ്ങളെ പൂരെ തെറി വിളിക്കുന്നത്. അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട്, പറയാൻ പറ്റൂല. ഈ ഒരു വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിപ്പോയപ്പോ ഇവിടെ കുറെ ആൾക്കാർക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷവും സമാധാനവും. കാര്യം, നമ്മുടെ സംസ്കാരത്തിന് നനയ്ക്കാത്ത കണ്ടന്റുകൾ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള പേരിൽ പോസ്റ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്കാരത്തിനെതിരെയുള്ള പേജുകൾ പൂട്ടി പോകുമ്പോൾ മാന്യമായിട്ട് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു സന്തോഷമൊക്കെ തോന്നും. അതാണോ? അല്ല. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്ന വ്യക്തിയാണോ ഇത്? അല്ല. നമ്മുടെ സംസ്കാരത്തിന് നനയ്ക്കാത്ത എല്ലാ പേജുകളും ഇവിടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് അത് പൂട്ടി പോകുമ്പോൾ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ള യാതൊരുവിധ കണ്ടന്റുകളും കൺസ്യൂം ചെയ്യാത്ത ആൾക്കാരാണോ ഇവിടെയുള്ളത്? അല്ല. പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ ഈ വ്യക്തി ഹയസ്റ്റ് നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് വഴി മാസം ലക്ഷങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ കണക്ക് കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ, അത് സഹിക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പൊ സംസ്കാരമല്ല പ്രശ്നം, അവരുണ്ടാക്കുന്ന പൈസയാണ് പ്രശ്നം. അതല്ല എങ്കിൽ നമ്മൾ ഈ ആവേശം എന്നും കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഇത്രയധികം അഡൽട്ട് കണ്ടന്റും സ്വന്തം വീട്ടിലെ സ്ത്രീകളെ പറ്റി ഇത്രയും ഡിമീനിങ് ആയിട്ടുള്ള മീംസും ഇടുന്ന പേജുകൾ എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു. സംസ്കാരമായിരുന്നു പ്രശ്നമെങ്കിൽ ഇതേപോലുള്ള കണ്ടന്റുകളിൽ കരിയർ ബിൽഡ് ചെയ്തിട്ടുള്ള പല ആൾക്കാരെയും ഇവിടെയുള്ളവർ ചേച്ചി എന്ന് വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യില്ലായിരുന്നു. അവർ ചാരിറ്റിയും മറ്റു നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ള പേരിൽ അവരെ ന്യായീകരിക്കില്ലായിരുന്നു. ഇതേപോലൊരു സെലിബ്രിറ്റി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കൊച്ചിയിൽ വന്നപ്പോൾ മണിക്കൂറുകൾ നീണ്ടു നിന്നൊരു ബ്ലോക്ക് ഉണ്ടായത് അവരുടെ ചാരിറ്റി കാരണം വന്ന ആൾക്കാർ കൊണ്ടല്ല എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പൊ ഇന്ന് ഈ സഹിക്കാൻ പറ്റാത്ത സന്തോഷം അറിയിച്ചുകൊണ്ടുള്ള ഭൂരിഭാഗം റിയാക്ഷൻസും ഇസ് പ്യൂർലി ഔട്ട് ഓഫ് jealousy and their double standards. Just like cigarette companies profit from addiction by slowly destroying people, she is simply making money of people's sexual frustration. സംസ്കാരം സംരക്ഷിക്കപ്പെട്ടതിന്റെ സന്തോഷം അറിയിച്ചുകൊണ്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ സ്വന്തം ഫോളോയിങ് ഉള്ള ചില പേജസ് അൺഫോളോ ചെയ്യാനും കൈ തട്ടിപ്പോയിട്ടുള്ള ചില ലൈക്കുകളും റീപോസ്റ്റുകളും തിരിച്ചെടുക്കാനും ശ്രദ്ധിക്കുക. പെങ്ങളെ സത്യങ്ങൾ തുപ്പിയതാണെങ്കിലും ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാമെന്ന് പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ പണം ഉണ്ടാക്കാൻ എന്ത് മോശം വേണമെങ്കിലും വന്ന് കാണിക്കാം എന്നൊരു മനോഭാവം കൂടി വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യും. അവരതല്ല, എന്റേത്. അടുത്ത ബെല്ലോട് കൂടി എന്റെ ഒരു ബെല്ലി ഡാൻസ് ഉണ്ടായിരിക്കുന്നതാണ്.